അതിരൂക്ഷമായ വിമർശനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും CPM-നെതിരെയും കേരള കോൺഗ്രസ് എമ്മിന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ ഉണ്ടായത്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് കാരണം എന്നുവരെ വിമർശനങ്ങൾ ഉയർന്നു. മാത്രമല്ല, ഇനിയും പിണറായി തന്നെ മുന്നണിയെ നയിക്കുകയാണെങ്കിൽ അത് വലിയ രീതിയിൽ തിരിച്ചടി മുന്നണിക്ക് കേരളത്തിലുണ്ടാക്കും. ബംഗാളിന് സമാനമായ അവസ്ഥയിലേക്ക് പാർട്ടി കേരളത്തിൽ പോകും. അതിനാൽ തന്നെ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് ഇനി പിണറായി വിജയൻ വരണ്ട, മറ്റൊരാൾ വരട്ടെ എന്നൊരു നിലപാടാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ ഇന്ന് ചർച്ചയായത്. മാത്രമല്ല, തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് മത്സരിച്ച സീറ്റുകളിലൊക്കെ തന്നെ CPM അണികൾ വ്യാപകമായി കോൺഗ്രസിന് അനുകൂലമായി ക്രോസ് വോട്ട് ചെയ്തു എന്നൊരു ആരോപണം കൂടി ഇന്നത്തെ ചർച്ചകളിൽ ഉണ്ടായി. പാർട്ടി അണികൾ ക്രോസ് വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തെളിയാണെങ്കിൽ അത് വളരെ ഗൗരവത്തിൽ തന്നെ കാണേണ്ടതാണ്. എന്തുകൊണ്ടാണ് അതെന്താന്നുള്ളത് CPM തന്നെ വിലയിരുത്തേണ്ടതാണ്. UDF-ലേക്കുള്ള മുന്നണി മാറ്റ സാധ്യത തടഞ്ഞ റോഷി അഗസ്റ്റിനെതിരെയും പ്രമോദ് നാരായണനെതിരെയും രൂക്ഷമായ വിമർശനമാണ് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ ഉണ്ടായത്. കിട്ടിയ സുവർണാവസരം നേതാക്കൾ കളഞ്ഞു കുളിച്ചു എന്ന് മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ യോഗത്തിൽ അഭിപ്രായം രേഖപ്പെടുത്തി. മാത്രമല്ല, തുടരും എന്ന തരത്തിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത് മറ്റ് സ്ഥാനാർത്ഥികളെയും കേരള കോൺഗ്രസ് എമ്മിനെയും ഉൾപ്പെടെ പൊതുജനം സംശയത്തോടെ നോക്കുന്നതിന് കാരണമായി എന്നുൾപ്പെടെ ചർച്ചകൾ വന്നു. എന്തായാലും അത്തരത്തിൽ ഒരു തരത്തിൽ മുന്നണി മാറ്റവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇന്ന് യോഗത്തിൽ നടന്നിട്ടില്ല എന്ന വാദമാണ് ഈ യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ട ജോസ് കെ മാണി നിരത്തിയത്. തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ കേരള കോൺഗ്രസ് എമ്മിനെ UDF-ലേക്ക് ക്ഷണിക്കുകയും ജോസ് കെ മാണിയെ ധൂർത്തപുത്രൻ എന്ന് വിളിക്കുകയും ചെയ്ത അബു ജോൺ ജോസഫിനെതിരെ അതിരൂക്ഷമായ ഭാഷയിലായിരുന്നു ജോസ് കെ മാണിയുടെ ഇന്നത്തെ പ്രതികരണം എന്നത്. ധൂർത്തപുത്രനാണോ സ്വാർത്ഥപുത്രനാണോ എന്ന് കാലം തെളിയിക്കും. പറയുമ്പോൾ അത് പരിഹസിച്ച് പറയുമ്പോൾ സൂക്ഷിക്കണം. അത് വ്യക്തിപരമായി മുന്നോട്ട് പോകുമ്പോൾ പലതും തുറന്നു പറയേണ്ടതുണ്ടാവും. എന്തായാലും മുന്നണി മാറ്റ ചർച്ചകളൊക്കെ തന്നെ പൂർണ്ണമായും തള്ളുകയാണ് കേരള കോൺഗ്രസ് മുൻ ജോസ് കെ മാണിയും. അതേസമയത്ത് തന്നെ CPM അണികൾ വ്യാപകമായി ക്രോസ് വോട്ട് ചെയ്തു എന്ന ആരോപണം അടുത്ത LDF യോഗത്തിൽ കേരള കോൺഗ്രസ് ഉന്നയിക്കുകയും ചെയ്യും. കോട്ടയത്ത് നിന്ന് ജോബിൻ തേക്കടിക്കൊപ്പം ഷിനോദ് ടി, മാതൃഭൂമി ന്യൂസ്.